സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ പ്രണയകഥയിലെ നായികയും കേരളത്തിൽ വിവാഹിതയുമായ വയൽ കുംഭമേള പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മുത്തുമാലകൾ വിൽക്കുന്നതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു പ്രണയവും വിവാഹവും. ഇവർക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ ഗുരുതരമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഈ വിവാഹം ലവ് ജിഹാദ് ആരോപണം ഉയർന്നു വന്നതാണ്. മാത്രമല്ല ഇപ്പോൾ പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറം അങ്ങനെയെങ്കിൽ ഇവിടെ ചില വ്യാജരേഖകൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടില്ലേ? കാരണം ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന് പറയപ്പെടുന്ന രീതിയിൽ ചില രേഖകളടക്കം ഇവർ പുറത്തുവിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ കേസിൻ്റെ സ്വഭാവം മറ്റൊരു തലത്തിലേക്ക് മാറില്ല. അതോടൊപ്പം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ കല്യാണി വിവാഹം നടത്തിക്കൊടുത്തവർക്കുൾപ്പെടെ അവർക്കെതിരെയൊക്കെ നടപടി ആവശ്യമല്ലേ സജിത്ത്? ടോം, ഈ വിഷയത്തിൽ ഒരു വലിയ ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. ഈ കുംഭമേളയിലെ വൈറൽ താരം മൈനറാണ് എന്ന കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇത് ദേശീയ പട്ടികജാതി കമ്മീഷൻ നടത്തിയ ഒരു കണ്ടെത്തലാണ്. അവർക്ക് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു കണ്ടെത്തലാണ് ഈ തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ തുടർ നടപടികളുമായി പോകുന്നത്. അതായത് കഴിഞ്ഞ മാർച്ച് 17-നാണ് കമ്മീഷന് മുന്നിൽ ഈ ഒരു പരാതി ഉണ്ടാവുന്നത്. തുടർന്ന് കമ്മീഷൻ വിശദമായ പരിശോധന നടത്തി. അതായത് കേരളം മുതൽ മധ്യപ്രദേശ് വരെ വിശദമായ പരിശോധനയാണ് നടന്നത്. ഇതിൽ ഈ മഹേശ്വർ ആശുപത്രി രേഖകൾ പ്രകാരം ഈ കുട്ടിയുടെ ജനനം 2009 ഡിസംബർ 30 വൈകുന്നേരം 5:50 ഈ സമയമാണ് കണ്ടെത്തിയിരിക്കുന്നത്.